നമസ്കാരം. സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഇപ്പോഴും ശ്രീ സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ UDF സർക്കാരിൽ വിദ്യുച്ഛക്തി വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബെന്നി തോമസിനെ നിയമിച്ചത് ചില വിവാദങ്ങൾക്ക് ഇട നൽകിയിരുന്നു. വിവാദങ്ങൾക്ക് ഒട്ടും സമയം നൽകാതെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് താനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബെന്നി തോമസ് സ്വയം കളമൊഴിയുകയും ചെയ്തു. സ്വാഭാവികമായും അതിന് പകരമാര് എന്നൊരു വലിയ ചോദ്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഒട്ടും മുറ തെറ്റിക്കാതെ സണ്ണി ജോസഫ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തൻ്റെ സന്തത സഹചാരിയും സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും കണ്ണൂർ ജില്ലയിലെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ മുഖവുമായിട്ടുള്ള ശ്രീ ചന്ദ്രൻ തില്ലങ്കേരിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ടിന് LDF വിജയിച്ച മണ്ഡലത്തിൽ ആ LDFിൻ്റെ ഭൂരിപക്ഷത്തെ വെറും 14,000 വോട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹസികമായിട്ടുള്ള പോരാട്ടം നടത്തിയ വ്യക്തി കൂടിയാണ് ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി. ആദർശത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടാണ് അദ്ദേഹത്തെ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ കാണുന്നത്. എന്നെ സംബന്ധിച്ച് വളരെ നേരിട്ട് പരിചയമുള്ള ഒരാൾ കൂടിയാണ് ചന്ദ്രൻ തില്ലങ്കേരി. ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾ. എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുകയും രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഉദിച്ചുയർന്ന ഒരു താരകം പോലെ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാൾ. അതിനെല്ലാം അപ്പുറം രാഷ്ട്രീയത്തിലെ അധികാര മേലങ്കി ഒരിക്കലും എടുത്തണിയാൻ ശ്രമിച്ചിട്ടില്ലാത്ത വളരെ ശാന്തനായിട്ടുള്ള, വളരെ ആദർശധീരനായിട്ടുള്ള, വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതത്തിൻ്റെ ഒരടയാളം കൂടിയാണ് ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി. ആ ചന്ദ്രൻ തില്ലങ്കേരിയാണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പദവിയിലേക്ക് കൊണ്ടുവരാൻ ശ്രീ സണ്ണി ജോസഫ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനാകെ അഭിമാനകരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതിനപ്പുറം നിശ്ചയദാർഢ്യത്തോടുകൂടി വളരെ അന്തസ്സോടുകൂടി സണ്ണി ജോസഫ് എന്ന കോൺഗ്രസ് നേതാവിനും കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും എടുക്കാൻ കഴിയുന്ന പരമാവധി സത്യസന്ധമായ തീരുമാനങ്ങളിൽ ഒന്നാണ് ശ്രീ ചന്ദ്രൻ തില്ലങ്കേരിയുടെ ഇപ്പോഴത്തെ ഈ സ്ഥാനാരോഹണം. സ്വാഭാവികമായും പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ സജീവമായി പ്രവർത്തിക്കാൻ ഈ ഒരു സ്ഥാനലബ്ധി തടസ്സമായേക്കാം. പക്ഷേ ആയിരക്കണക്കിന് വരുന്ന മലബാറിലെ പാർട്ടി പ്രവർത്തകന്മാർക്ക് ഈ ഒരു സ്ഥാനലബ്ധി ആശ്വാസവും അതിനോടൊപ്പം തന്നെ അവർക്കൊരു അഭയ കേന്ദ്രവുമായി മാറുകയാണ്. പാർട്ടിയാണ് പ്രധാനമെന്നും പാർട്ടിയുടെ ഔന്നിത്യം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന നേതാക്കൾ തന്നെയാണ് ഇത്തരം പദവികളിലേക്ക് എത്തേണ്ടതെന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായി വരച്ചു കൊടുക്കുകയാണ് സണ്ണി ജോസഫ് ഈ ഒരു നിയമനത്തിലൂടെ നടത്തിയിരിക്കുന്നത്. ചന്ദ്രൻ തില്ലങ്കേരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി പദവികൾ ലഭിക്കേണ്ടുന്ന ഘട്ടങ്ങളെല്ലാം കടന്നുപോയിരിക്കുന്നു. ഇതിനു മുൻപ് തന്നെ അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി കേരള നിയമസഭയിലേക്ക് എത്തേണ്ട വ്യക്തിത്വമായിരുന്നു. പക്ഷേ മത്സരിക്കാൻ ഇടമില്ലാത്ത കണ്ണൂരിൽ സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിലൂടെ കോൺഗ്രസിനെ സേവിക്കാൻ എന്നും അദ്ദേഹം മുൻനിരയിൽ നിന്നു. ഇത്രയും കാലം കണ്ണൂരിൽ നടന്ന ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പരിപാടികളിലുമെല്ലാം അതിൻ്റെ മുഖ്യ സംഘാടകനായി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ചന്ദ്രൻ തില്ലങ്കേരിയെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച മണ്ഡലത്തിൽ തോൽക്കും എന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലത്തിലാണ് ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി മത്സരിക്കാൻ തയ്യാറായത്. 60,000-ൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷത്തെ വെറും 14,000-ലേക്ക് എത്തിക്കാൻ ചന്ദ്രൻ തില്ലങ്കേരിക്ക് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈശിഷ്ട്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ലാളിത്യം നിറഞ്ഞ ജീവിതത്തിലൂടെ ആദർശ വിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി കണ്ണൂർ ജില്ലയിലാകെ പടർന്നു പന്തലിച്ച തില്ലങ്കേരി ടച്ച് ഇനി കേരളത്തിനും കൂടി മുതൽക്കൂട്ടായി മാറും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നായ വൈദ്യുതി വകുപ്പിൽ വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സണ്ണി ജോസഫിനെ ശക്തിപ്പെടുത്താനും സണ്ണി ജോസഫിൻ്റെ ഈ വകുപ്പിനെ
കൂടുതൽ ശക്തിപ്പെടുത്താനും ചന്ദ്രൻ തില്ലങ്കേരിക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഇടയാക്കിയ കാര്യം വ്യക്തിപരമായി അദ്ദേഹവുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധമാണ്. ആ കാലയളവിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ സൂക്ഷ്മത, സത്യസന്ധത, സുതാര്യത, ആത്മാർത്ഥത, ആദർശം, ഇത്തരം ആളുകൾ ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഇനിയും മുന്നോട്ട് വരട്ടെ, ഉണ്ടാകട്ടെ എന്നാണ് ആത്മാർത്ഥമായി ദ ലീഡറിനും ആഗ്രഹിക്കാനുള്ളത്.